കോൺഗ്രസിന്റെ ചരിത്രം കുറിക്കാൻ പ്രിയങ്ക. ഒപ്പം CPM ഭരണത്തിന്റെ ചരിത്രം തിരുത്താൻ കൂടിയാണ് പ്രിയങ്കയുടെ കെട്ടിപ്പുറപ്പാട്. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കാണ് വരുന്ന ഒരു വർഷം കോൺഗ്രസ് നീങ്ങാൻ പോകുന്നത്. അതിന്റെ ആദ്യ പടിയെന്നോണം കേരളത്തിലെ സകല നേതാക്കളുടെയും വാ മൂടിക്കെട്ടാൻ പ്രിയങ്കയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ നേതാക്കളോടും ഗൺമൈക്ക് കാണുമ്പോൾ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന വായ്ത്താരി അവസാനിപ്പിച്ച് വായ്ക്ക് സിബിടാൻ പ്രിയങ്ക പറഞ്ഞത്. പിന്നീട് ഡൽഹിക്ക് പറഞ്ഞതുപോലെയല്ല ഒരു നേതാവും തിരിച്ച് കേരളത്തിൽ ലാൻഡ് ചെയ്തത്. എന്തായാലും ഇത്തവണ കേരളത്തിലെ നേതാക്കളല്ല, മറിച്ച് ഹൈക്കമാൻഡ് നേരിട്ടാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നയിക്കാൻ പോകുന്നത്. ഇവിടെ രാഹുലും പ്രിയങ്കയും കേരളത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഒരു വാർ റൂം തുറക്കാനിപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. പലപ്പോഴും ഹൈക്കമാൻഡ് നേരിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുമ്പോൾ വിമർശനങ്ങളും കളിയാക്കലുകളും കോൺഗ്രസ് പാർട്ടിക്കും നേതാക്കന്മാർക്കും കേൾക്കുന്നുണ്ട് എന്നത് വസ്തുതയുള്ള ഒരു കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് എന്ന ദേശീയ രാഷ്ട്രീയത്തിൽ മതേതര മൂല്യങ്ങളുടെ വേരുറപ്പിച്ച പാർട്ടി BJP വിതറിയ വർഗീയ വിത്തിൽ തട്ടി അടിപതറി എന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഗതികെട്ട കാലത്തിലൂടെ ഗാന്ധി കുടുംബത്തിന്റെ പുതിയ തലമുറ കടന്നു പോകുമ്പോൾ അവർക്ക് ഈ രാജ്യത്തെ തിരിച്ചു പിടിച്ചേ മതിയാകൂ. പ്രതാപകാലത്തിന്റെ കഥയും പറഞ്ഞു നിൽക്കുമ്പോഴേക്കും BJP ചരിത്രം തിരുത്തുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങി ഈ രാജ്യത്തെ ഒന്ന് നേരെ നിർത്തിയ കോൺഗ്രസ് വീണ്ടും BJP എന്ന ദുഷ്ടശക്തിയിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാനായി തുനിഞ്ഞിറങ്ങുന്നത്. അവിടെ ഉത്തര ഇന്ത്യയിൽ വീണുപോയി, ഇനിയുള്ളത് ദക്ഷിണ ഇന്ത്യയാണ്. അതിൽ പ്രബല സ്ഥാനമുള്ള സംസ്ഥാനമോ അത് കേരളവുമാണ്. 19 MPമാരെ ഇന്ത്യ മുന്നണിക്ക് ലോക്സഭയിൽ സമ്മാനിച്ചതും കേരളമാണ്. അങ്ങനെയാണ് ഇക്കുറി 100 തികച്ച് രാഹുലിന് പ്രതിപക്ഷ കസേരയും കിട്ടിയത്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൈവിടാനാകും? അതുകൊണ്ട് കൂടിയാണ് പ്രിയങ്കയും രാഹുലും നേരിട്ട് കളത്തിലിറങ്ങുന്നത്. ഇവിടെ 140 മണ്ഡലങ്ങളിലും അവർ സജീവമായിരിക്കും. അതിനുവേണ്ടിയാണ് കേരളത്തിൽ ക്യാമ്പ് ചെയ്യുന്നത്.